ആമി, ഇപ്പൊ ഞാനെന്ത് ചെയ്തിരണ്ടേ? പറഞ്ഞാ മതി. ആ, എന്നാ നീ കിടക്ക്, ഞാൻ അടുത്തിരുന്ന് കഥ പറഞ്ഞുതരാം. അതായിരുന്നല്ലോ നിനക്ക് വേണ്ടത്. എന്താ നോക്കുന്നേ? കഥ കേൾക്കണ്ടേ? പിന്നെ കേക്കണ്ടേ? ആ, എന്നാ താൻ അങ്ങോട്ടിരിക്കും. പറയട്ടെ. പണ്ട് ഒരു രാജകുമാരനുണ്ടായിരുന്നു. ശാപം കിട്ടിയ രാജകുമാരൻ. അയാളെ ശപിച്ചതാരാണെന്നറിയോ? ഒരു കൊരങ്ങച്ചൻ. കൊട്ടാരം വളപ്പിലെ വൻമരത്തിൽ താമസമാക്കിയ ഒരു കൊരങ്ങച്ചൻ. ശാപം എന്താണെന്നറിയോ? അവൻ കാണിക്കുന്നതൊക്കെ രാജകുമാരനും കാണിക്കണമെന്ന്. അങ്ങനെ അവൻ ഓരോന്നായി കാണിക്കാൻ തുടങ്ങി. ആദ്യം അവൻ കൊരങ്ങച്ചയുടെ തലമുടി കോതി പേനിനെ കൊന്നുകൊടുത്തു. പാവൻ രാജകുമാരനും അത് തന്നെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പണികൾ ഓരോന്നായി കുരങ്ങച്ചൻ രാജകുമാരന് നൽകാൻ തുടങ്ങി. ഈ കഥയിലെ രാജകുമാരന്റെ പേരെന്താണെന്ന് അറിയാമോ? ഉമാദത്തൻ നൈപ്പിയസ്. ഭാഗ്യദോഷിയായ ഈ ഞാൻ. നിന്റെ അനുജൻ കുരങ്ങൻ ചെയ്യുന്നതൊക്കെ എനിക്കും ചെയ്യേണ്ടി വരിക. എന്റെ വിധി. അല്ലാന്താ. ഇതുപോലത്തെ കഥകളെ എനിക്കറിയും. നമ്മളെ ചായ. ഒടുക്കവൻ മുന്നോട്ട് നോക്കി. SP സുരേന്ദ്രനാഥ് അവന് നേരെ നീട്ടിപ്പിടിച്ച റിവോൾവറുമായി മുന്നോട്ട് നടന്നു വരിക. കീഴടങ്ങാതെ വേറെ വഴിയില്ലെന്ന് വന്നപ്പോ അവൻ തൊട്ടടുത്ത വെള്ളത്തിലേക്ക് എടുത്തിയാടി. അങ്ങനെ ആ വലിയ കൊള്ളക്കാരനെ ആ പോലീസ് ഓഫീസറുടെ ധീരമായ മുന്നേറ്റത്തിലൂടെ ഇല്ലാതാക്കി. എങ്ങനെ കഥ? കൊള്ളാവോ? ഭയങ്കര. ഇനിയുണ്ട് ഒരു ഡിറ്റക്റ്റീവ് പ്രേംനാഥിന്റെ കഥ. അത് പറയട്ടെ? ഇന്ന് വേണ്ട, നാളെ മതി. ആ, എന്നാ പിന്നെ ഒരു CA ചൗരങ്ങിന്റെ കഥയുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗാ. അത് പറയട്ടെ? അയ്യോ വേണ്ട, ഇന്നിത് മതി. ഓഹോ, മതിയല്ലേ? എന്നാ മതി. മതി. പിന്നെ പറയാം. എന്നാലും ഇങ്ങനെയുണ്ടോ ഭർത്താക്കന്മാർക്ക് ഗതികേട്? അവിടെ മസാല ദോശ, ഇവിടെ മസാല ദോശ. അവിടെ മാങ്ങ പറിച്ചാ ഇവിടെ മാങ്ങ. ഇപ്പൊ അവിടെ കഥ, ഇവിടെയും കഥ. ഈ കഥ കലക്കി കടു ഉറക്കും. നോക്കിക്കോ.